30 വയസ്സിൽ തൻ്റെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് താനിങ്ങനെ വിലപിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ലോകപ്രസിദ്ധം. എന്താണെന്നറിയാം? രണ്ടാഴ്ച മുമ്പ് എന്തുകൊണ്ട് ചിലർ സഭ വിട്ടുപോകുന്നു എന്നൊരു സന്ദേശം ഇവിടെ പറയാനുണ്ടായി. അത് കേട്ടിട്ട് ഏകദേശം ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ ഏകദേശം ലോകമെമ്പാടുന്ന അനേകർ, എണ്ണമൊന്നും ഞാൻ വെച്ചിട്ടില്ല, എന്നെ നേരിട്ട് ഫോണിൽ തന്നെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുകയും പലരും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് അല്പം ഭയം തോന്നുന്നു. എന്നെ വിളിച്ചവരുടെ എണ്ണം വെച്ച് നോക്കിയാൽ സഭ വിട്ടു പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സഭയിലേക്ക് രക്ഷിക്കപ്പെട്ട് ചേർന്ന് വരുന്നവരുടെ എണ്ണത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ നമ്മളറിയാതെ ഒരു കൂട്ടം സഭ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടോ അതാരും ശ്രദ്ധിക്കുന്നില്ല. അതിന് വേണ്ടുന്ന നടപടികളും ആരും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. പലരും വിളിച്ചവരുടെ സങ്കടങ്ങൾ എത്ര പറഞ്ഞിട്ട് അവർക്ക് അങ്ങോട്ട് സങ്കടം തീരുന്നില്ല. അപ്പം ഈ ഒരു വിഷയം ഒരാൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ബ്രദറിനോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവും, പാസ്റ്ററോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഈ വിളിക്കുന്നത്. ഞാൻ പിന്നെ എല്ലാം ഇവരുടെയൊക്കെ സങ്കടങ്ങളൊക്കെ കേട്ടു. എനിക്കും വളരെ സങ്കടം തോന്നി. കാര്യം വളരെ വേദനിച്ചാണ് പലരും ഇരിക്കുന്നത്. അതിൽ ചിലരെങ്കിലും പറഞ്ഞു ഞങ്ങളിപ്പോൾ എങ്ങും പോകുന്നില്ല, വീട്ടിൽ ഇരിക്കുക. ചിലർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ ഓൺലൈനിൽ കയറുന്നുണ്ട്, അതൊരു ആശ്വാസമാണ്. പക്ഷേ എല്ലാവരുടെയും ഉത്തരവായിട്ട് നമുക്ക് മാറാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, എവിടേക്കോ കാര്യമായി ചില വ്യത്യാസം വരുത്തേണ്ടിയിരിക്കുന്നു. അത് പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന പാസ്റ്റർമാർ, എന്നെ കേൾക്കുന്ന പല പാസ്റ്റർമാർ ഈ ദിവസങ്ങളിൽ ഈ കാര്യം പറയുന്നുണ്ട്. അത് വളരെ ശരിയാണ് പാസ്റ്റർ പറയുന്നത്. അതിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ള ഈ ഓൺലൈനും ഈ സന്ദേശങ്ങളും ഇവിടെ ആരൊക്കെ നിന്ന് പ്രസംഗിച്ചാലും പ്രബോധിപ്പിച്ചാലും ഈ മുന്നിലിരിക്കുന്ന ഒരു ചെറിയ കൂട്ടമല്ലാതെ ഒരു വലിയ കൂട്ടം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച മർത്തോമയിലെ ഒരു സീനിയർ വൈദികൻ എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാ ആഴ്ചയും കേൾക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കുള്ള സന്തോഷം തോന്നി. എൻ്റെ അർത്ഥം ഒത്തിരി പേര് കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം ഇത് ചിലർക്കെങ്കിലും ഒരു തിരുത്തൽ, അതായത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ ചില മാറ്റങ്ങൾ, ചില ഗൗരവപരമായ ചില ഈ കോഴ്സ് കറക്ഷൻസ് എന്ന് പറയും, അതൊന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ചെയ്യുവാൻ ദൈവം എല്ലാവർക്കും കൃപ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാനതിൻ്റെ മറുഭാഗം പറയാൻ പോവാം. നമ്മൾ ഈ സഭയിൽ വന്ന് വേദനിച്ചു പോകുന്ന വിശ്വാസികളെക്കുറിച്ച് അല്ലെങ്കിൽ സഭാംഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കൂട്ടം സഭയിലുണ്ട്. അതാരാന്നറിയാമോ? ദേ ആർ ദ വൺസ് ഹു ലീഡ് ദ ചർച്ച്. സഭയെ നയിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, പ്രത്യേകിച്ച് പാസ്റ്റർമാർ. അവരുടെ ഒരു ഭാഗം നിങ്ങൾ കേൾക്കാതെ പോരുത്. കാരണം എന്നും നിങ്ങൾക്ക് വേണ്ടി ഞാനങ്ങ് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടിയും പറയണ്ടേ. നിങ്ങളും സഭയിലില്ല എങ്കിലും ശുശ്രൂഷിക്കുന്നവരുടെ അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് ശുശ്രൂഷിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ സങ്കടവും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. എന്നിട്ട് നിങ്ങളൊരു പരിഹാരം പറഞ്ഞുക. ഓക്കെ, എന്നും നിങ്ങളുടെ വേദന മാത്രം ഞങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഞങ്ങളുടെ വേദനയും കൂടെ ഒന്ന് കേൾക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വേദനയൊന്ന് നിങ്ങളൊന്ന് കേൾക്കണം. വി ബ്ലീഡ് വൈൽ വി ലീഡ്. എന്താണ്? ഞങ്ങൾ ലീഡ് ചെയ്യുന്നു, ശരിയാണ്, ഞങ്ങൾ നയിക്കുന്നു. പക്ഷേ രക്തം വാർന്നുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും നയിക്കുന്നത്, അല്ലേ? അപ്പം അതെന്താണെന്ന് നോക്കാം. ലീഡർഷിപ്പ്, ഇറ്റ് ലുക്സ് വെരി ഗ്ലാമറസ്. ഒരു പുൽപ്പിറ്റിൻ്റെ പുറകിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് വളരെ ഗ്ലാമറസ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കും, എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേരറിയും. പലപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന ടൈറ്റിൽ, അദ്ദേഹത്തിന് കിട്ടുന്ന ഓണർ, കിട്ടുന്ന ബഹുമാനം, കിട്ടുന്ന ഇൻഫ്ലുവൻസ്, റെസ്പെക്റ്റ്, ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതൊക്കെ ഒത്തിരി പേര് ആഗ്രഹിക്കും. ഒത്തിരി പേര് ഇത് കണ്ടിട്ട് അസൂയപ്പെടുകയും ചെയ്യും. ദൈവം സഹായിച്ച് അങ്ങനെ ഒരു ഗുണം എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. എനിക്ക് ഒത്തിരി അസൂയാലുക്കളുണ്ട്, ഉള്ളവരണമല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. കൂടെയൊക്കെ പണ്ട് തമിഴ്നാട്ടിലൊക്കെ കണ്ണ് ദൃഷ്ടി പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തോ ഇടുവല്ലേ. തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്യും, അല്ലേ? നമുക്കിഷ്ടം ഒരു കാര്യം, ഇതൊന്നും നമുക്ക് ഫലിക്കത്തില്ല. കാര്യം നമ്മൾ സേവിക്കുന്ന കർത്താവിനെയാണ്, നമ്മൾ ശുശ്രൂഷിക്കുന്നത്, അല്ലേ? കർത്താവിൻ്റെ വേലയാണ് നമ്മൾ ചെയ്യുന്നത്.
അതുകൊണ്ട് അതൊന്നും ബാധിക്കുന്നില്ല. എത്ര അസുഖപ്പെട്ടാലും സാരമില്ല. പിശാചാണെങ്കിൽ പല്ല് കടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. കാര്യം അവന് പിടിക്കുന്നില്ല കാര്യങ്ങൾ. പക്ഷേ അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ 2 കൈയും കൂപ്പിക്കൊണ്ട് പറയാം, വളരെ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വളരെ പ്രാർത്ഥന. എനിക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, കരുതുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്, അതൊക്കെ ശരി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ആത്മീയ പോരാട്ടവും കൂടെയാണ്. ആ പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നിൽ കയറി നിൽക്കുന്നു. അപ്പോൾ മുന്നിൽ നിൽക്കുമ്പോൾ പിശാച് ഞങ്ങളെയാണ് ഉന്നം വയ്ക്കുന്നത്, എങ്ങനെയെങ്കിലും ഞങ്ങളെ തകർത്ത് കളയുവാൻ, ഞങ്ങളുടെ ആരോഗ്യത്തെ തകർക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കുവാൻ, അല്ലേ, അപകടങ്ങൾ വരുത്തുവാനൊക്കെ ഒരുപാട് അവൻ ശ്രമിക്കും. എത്രയോ പേരുടെ അവസ്ഥകളൊക്കെ നമ്മൾ കേൾക്കുന്നു അറിയുന്നു ഒക്കെയുണ്ട്. അതുകൊണ്ട് ദയവായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന പോരാ, അല്പം കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അതുപോലുള്ള ഒരു ആത്മീയ യുദ്ധത്തിൻ്റെ മുൻനിരയിലാണ് ഞങ്ങളെപ്പോലുള്ളവർ നിൽക്കുന്നത്. അത് എനിക്ക് വേണ്ടിയല്ല ഇപ്പം ഞാൻ പറയുന്നത്, ശുശ്രൂഷയിലായിരിക്കുന്ന പ്രത്യേകിച്ച് സഭകളെയും മറ്റും നയിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി, പാസ്റ്റേഴ്സിന് വേണ്ടി, പ്രത്യേകിച്ച് മിഷണറിമാർക്ക് വേണ്ടിയൊക്കെ വളരെ ദയവായി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തൊക്കെയാണ് ഞങ്ങളുടെ സങ്കടങ്ങൾ? ഒന്നാമത്തെ കാര്യം, വി ആർ ബീയിങ് മിസ്അണ്ടർസ്റ്റുഡ്. ഞങ്ങളെപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നു? തെറ്റിദ്ധരിക്കപ്പെടുന്നു. ശരിയല്ലേ? ഹൗ നോ മാറ്റർ ഹൗ പ്യുവർ അവർ ഹാർട്ട്സ് ആർ, എത്ര ഞങ്ങളുടെ ഹൃദയം ഒരുപക്ഷെ നിർമ്മലമാണെങ്കിലും ഞങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യും. ഞങ്ങളുടെ മോട്ടീവ്സിനെ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യും. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾ അറിയുന്നില്ല. ആൻഡ് ഓൾവേസ് ഡൗട്ട് അവർ സിൻസിയറിറ്റി. ഞങ്ങൾ വളരെ സിൻസിയറായിട്ട് ചെയ്യും, പക്ഷേ എല്ലാത്തിനും എന്ത് ചെയ്യും? ഒരു സംശയദൃഷ്ടിയോടുകൂടെ നോക്കുന്നത്. പ്രത്യേകിച്ച് ലീഡർഷിപ്പിൽ നിൽക്കുന്നവരുടെ ഒരു വലിയ പ്രശ്നമാണ്. എത്ര സിൻസിയർ ആണെങ്കിലും, എത്ര മോട്ടീവ്സ് റൈറ്റ് ആണെങ്കിലും, എല്ലാത്തിനെയും എന്ത് ചെയ്യും? അല്പം സംശയത്തോടെ നോക്കത്തുള്ളൂ, അല്ലേ? എല്ലാത്തിനും ഒരു ചോദ്യം ഇടും, എന്താ ഇങ്ങനെ, അല്ലേ? അപ്പം ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉദ്ദേശത്തെ, ഹൃദയത്തെ മനസ്സിലാക്കാതിരിക്കുന്നു, തെറ്റിദ്ധരിക്കപ്പെടുക. ഇതാണൊരു വലിയ വിഷയം. ഇനി യേശുവിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഉണ്ട്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അന്ന് അവരെ തെറ്റിദ്ധരിച്ചുവെങ്കിൽ ഇന്ന് നമ്മളെയും തെറ്റിദ്ധരിക്കും. അതിൽ അങ്ങ് ആശ്വാസം കണ്ടെത്തി മാത്രമേ പലപ്പോഴും നമുക്ക് പോകാൻ പറ്റൂ. രണ്ടാമത്, വി ആർ ക്യാരിയിങ് അതേഴ്സ് ബേർഡൻസ്. മറ്റുള്ളവരുടെ ഭാരങ്ങളാണ് പലപ്പോഴും നമ്മൾ ഈ ചുമക്കുന്നത്. പക്ഷേ ഇത് ചുമക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വി ആർ ക്യാരിയിങ് അവർ ഓൺ ബേർഡൻസ്. ഞങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടം പോലെ ചുമട് ഞങ്ങളുടെ തലയിൽ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചുമടുകൾ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചുമടുകൾ, അല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒത്തിരി ഭാരങ്ങളുണ്ട്. ഈ ഭാരങ്ങൾ ഞങ്ങൾ ചുമക്കുന്നതിനോടൊപ്പം തന്നെയാണ് നിങ്ങളുടെയും ഭാരം ചുമക്കുന്നത്. അതും കൂടെ ഓർക്കണം. പലപ്പോഴും നിങ്ങളെല്ലാം നിങ്ങളുടെ ഭാരം എന്ത് ചെയ്യും? വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഭാരം ഇറക്കി വയ്ക്കാനൊരു ചുമട് താങ്ങി ആരാ? പാഷർ, അല്ലേ? ആർക്ക് എവിടെ എന്ത് സങ്കടം വന്നാലും ആദ്യം വിളിക്കുന്നത് 100 പോലീസ്, 101 ആംബുലൻസ്, 102 ഫയർ, 103 105 പാസ്റ്റർ, അല്ലേ? ഈ നമ്പറിൽ വിളിച്ചാൽ സങ്കടങ്ങൾ, അല്ലേ? അപ്പോൾ ഈ എല്ലാവരുടെയും സങ്കടങ്ങളും ചുമടുകളും ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുന്നത് ചുമട് താങ്ങിയാണ് പാസ്റ്റർ. പക്ഷെ എൻ്റെ ചോദ്യം, ഈ മനുഷ്യനും അല്ലെങ്കിൽ ഈ മനുഷ്യർക്കും ചുമടുകളില്ലേ? അല്ലേ? പ്രത്യേകിച്ച് എനിക്കിപ്പോൾ എത്രയോ പാസ്റ്റർ ഫ്രണ്ട്സുണ്ട്, എത്രയോ സുഹൃത്തുക്കൾ എൻ്റെ പാസ്റ്റേഴ്സാണ്. അവരോടൊക്കെ ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പം നിങ്ങൾക്കൊക്കെ ഉള്ളതിനേക്കാളും എത്രയോ മടങ്ങാണ് അവരുടെ ഭാരം. പ്രത്യേകിച്ച് പലരുടെയും ഒരു പ്രശ്നം, റിബല്യസ് ചിൽഡ്രൻ. പല പാസ്റ്റർമാരുടെയും മക്കൾ ദൈവവഴിയിലില്ല. എന്താണെന്നറിയാം, അവർ കുഞ്ഞിലേ ഈ പറഞ്ഞ സൺഡേ സ്കൂളിലും പാട്ട് പാടാനും ഡ്രം അടിക്കാനും കീബോർഡ് വായിക്കാനും ഒക്കെ നിന്നതാണ്. പക്ഷേ ഇപ്പം വിശ്വാസത്തിലേ ഇല്ല. നിങ്ങൾക്കറിയാമോ, എത്രയെങ്കിലും സീനിയർ പാസ്റ്റേഴ്സിൻ്റെ മക്കൾ ഇന്ന് വിശ്വാസത്തിലെ ഈ സമയത്തില്ല. പക്ഷെ അവരെന്നും അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം കർത്താവ് അവരെ എന്ത് ചെയ്യും? അവരെ മടക്കിക്കൊണ്ടുവരും, ഉറപ്പാണ്. കാര്യം അത് ആ കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ നീതിയാണ്. കാരണം ആ കുടുംബം കർത്താവിന് വേണ്ടി ചെയ്തത്, അല്ലേ, അത് മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് കർത്താവ് അവരെ മടക്കി കൊണ്ടുപോയി. ഞാനത് പറഞ്ഞാണ് എപ്പോഴും ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ ദ ഫാക്റ്റ് ഈസ്, അവരുടെ മക്കൾ ഇങ്ങനെ പിന്മാറി നിൽക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും അവർക്കെതിരെയെങ്കിലും പ്രവർത്തിക്കുന്ന മക്കളെ എനിക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തുമാത്രം വേദനയും എന്തുമാത്രം ചുമടാണ് അവർ വഹിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് നിങ്ങളുടെ ഭാരവും കൂടെ വഹിക്കുന്നതെന്നുള്ള ഓർക്കുക. നിങ്ങൾക്കറിയാമോ, ഈ 24/7 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊന്നും ഫോൺ ഓഫ് ചെയ്യാറില്ല. ഞാനൊന്നും എൻ്റെ ഫോൺ ഓഫ് ചെയ്യാറില്ല. രാത്രി കഴിഞ്ഞപ്പം ഒരു മരണം ഉണ്ടായാലും കഴിഞ്ഞ ആ സൗകര്യം അതിന് മുമ്പത്തെ ദിവസം 3:30 മണിക്കാണ് വെളുപ്പിനെ വിളിച്ചത്. എനിക്കൊന്നും തോന്നിയില്ല. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഫോൺ എടുത്തു, അറ്റൻഡ് ചെയ്തു, പ്രാർത്ഥിച്ചു വെച്ചു. പെട്ടെന്ന് ആരെയും അവിടെ എത്താൻ ഒരുപാട് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. അതാ പ്രശ്നം.
പക്ഷെ അത് സാരമില്ല, അതൊന്നും ഒരു പരാതിയല്ല. അതിൻ്റെ അർത്ഥം എല്ലാവരുടെ ഭാരം ഏത് സമയത്തും ഞങ്ങളൊക്കെ വഹിക്കുന്നുണ്ട്. അതിനായിട്ട് സ്തോത്രം. അതിന് ദൈവം കൃപ തരുന്നു. നിങ്ങൾ ദയവായി അതുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കുക. അപ്പം മറ്റുള്ളവരുടെ ഭാരവും കൂടെ വഹിക്കേണ്ടി വരുന്നവരാണ് പാസ്റ്റർ എന്നുള്ള കാര്യം മറക്കരുത്. അടുത്തത് തേർഡ് തിങ്, ഫേസിങ് ബിട്രയൽ. എന്താണ്? ചിലപ്പോഴെങ്കിലും എന്ത് നമുക്ക് അനുഭവിക്കേണ്ടി വരും. ബിട്രയൽ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒറ്റിക്കൊടുക്കുക, തള്ളിപ്പറയുക, ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അതായത് ദ വൺസ് യു ഹെൽപ്പ് ദ മോസ്റ്റ് സംടൈംസ് ഹേർട്ട് യു. നിങ്ങൾ ഏറ്റവും സഹായിച്ചവരും സ്നേഹിച്ചവരും അല്ലേ, ഒരുപാട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരായിരിക്കും നിങ്ങൾ. അവർ തന്നെയായിരിക്കും ഒരു സമയം വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ ഒറ്റിക്കൊടുക്കുന്നത്. യേശു 3.5 കൊല്ലം കൂടെ കൊണ്ട് നടന്നവരാണ്. പക്ഷേ അവർ 12 പേരിൽ ഒരാൾ ഈ പറഞ്ഞ പോലെ കാശ് മേടിച്ചു ഒറ്റിക്കൊടുത്തു. മറ്റേ 11 പേരും അറിയത്തില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞിട്ട് അവർ പോയി. തള്ളിപ്പറയുക എന്നുള്ള കുറച്ചുകൂടെ ശരി അല്ലേ. പത്രോസ് തന്നെ ഇത്രയും അടുത്ത ശിഷ്യനായിരുന്നു, 3 പേരിൽ ഒരാളായിരുന്നു ഇന്നർ സർക്കിളിൽ. പക്ഷേ അയാൾ എന്ത് ചെയ്തു? എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രാകാൻ തുടങ്ങിയെന്ന്. അത് ആരുടെ മുമ്പിലാണ്? ഒരു വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ ചിലപ്പോഴെങ്കിലും നമ്മളെ തള്ളിപ്പറയും. ഇതാരാ തള്ളിപ്പറയുന്നത്? ഏറ്റവും അടുത്ത് നിന്നവർ, കൂടെ നിന്നവർ അല്ലേ, സഹശുശ്രൂഷകർ എന്നൊക്കെ പറയുന്നവരെന്ത് ചെയ്യും? തള്ളിപ്പറഞ്ഞെന്നിരിക്കും. അവിടെയാണ് that when people close to you hurt you, it hurts the most എന്ന് ഞാൻ പറയും. ആരാണ്? കൂടെ നിൽക്കുന്നവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, അവർ കുത്തുമ്പോൾ നമുക്ക് ആ വേദന ഇച്ചിരി കൂടുതലായിരിക്കും. ഇപ്പം ആലോചിക്കുക, വഴിയെ പോകുമ്പോൾ ഒരു പട്ടി വരച്ചാൽ നമുക്ക് എന്തെങ്കിലും തോന്നുമോ? ഇല്ല. പക്ഷെ നമ്മൾ പാൽ കൊടുത്ത് വളർത്തുന്ന പട്ടി ഒരു കടി അടിച്ചാൽ എന്ത് ചെയ്യും? എന്നിട്ട് പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നാൽ അത് വേദന. എന്നാലും എൻ്റെ പട്ടി നീ എന്നെ കടിച്ചല്ലോ അല്ലേ അല്ലേ. വഴിയെ പോകുന്നൊരു പട്ടി കടിച്ചാൽ എന്ത് ചെയ്യാൻ? ഇപ്പോൾ തെരുവ് നായ്ക്കൾ ഇഷ്ടം പോലുള്ള കാലമാണ്, ഒരു കടി കിട്ടിയെന്ന് പറയാം. പക്ഷേ നമ്മൾ പാല് കൊടുത്ത് വളർത്തുന്ന ഒരു നായ്ക്കുട്ടി നമ്മളെ കടിച്ചത് പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നാൽ അതൊരു വേദന. എന്തിനാ എന്നെ കടിച്ചേ? ഞാൻ എന്ത് ചെയ്തിട്ടാ അല്ലേ. ഇതുപോലെയാണ് പലപ്പോഴും ആ ശുശ്രൂഷയുടെ ഫലം അനുഭവിക്കുന്നവർ തന്നെ തിരിഞ്ഞു നിന്ന് പലപ്പോഴും എന്ത് ചെയ്യും? തള്ളിപ്പറഞ്ഞ് അത് പിന്നെ അത്രയും പറഞ്ഞ് ഞാൻ വിടുന്നു. അടുത്തത് 4-മത്തെ ഒരു കാര്യം, പാസ്റ്റേഴ്സ് ആർ സപ്പോസ് ടു സെർവ് വിത്തൗട്ട് അപ്രീസിയേഷൻ അല്ലേ. എന്തില്ല? ഒരു അപ്രീസിയേഷൻ പലപ്പോഴും അല്ലേ. നന്നായിരുന്നു കേട്ടോ, ഐ വാസ് ബ്ലെസ്ഡ്, ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇപ്പോൾ ഈ സായിപ്പന്മാർക്ക് പിന്നെ ഓരോ പരിപാടിയൊക്കെ ഉണ്ട്. വർഷത്തിൽ ഒരിക്കൽ ഒരു പാസ്റ്റർ അപ്രീസിയേഷൻ ഡേ. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു നമ്മുടെ ജെയിംസ് കോച്ചി ഞങ്ങൾ ഇവിടെ അത് ചെയ്തായിരുന്നു. പുള്ളി പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത വർഷം ഉണ്ടാവുമോ എന്തോ. ഒരു കാർഡും ഒക്കെ എനിക്ക് തന്നത് ഇപ്പോഴും എൻ്റെ ബൈബിളിൽ ഇരിപ്പുണ്ട്. കൂടെ ഞാനൊന്ന് എന്നെ ഓർപ്പിക്കും. കണ്ടോ ഞാൻ പുള്ളി തന്ന ഓർമ്മയ്ക്ക് വേണ്ടി, പാസ്റ്റർ ഫോർ ദ ടൈം യു ഗിവ്, ദ വർക്ക് യു ഡു ആൻഡ് ദ കെയർ യു ഓഫർ എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ടുന്നൊരു കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും കാർഡ് കൊണ്ട് തരണമെന്നില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും people often remember your mistakes rather than your sacrifices അല്ലേ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ എല്ലാവരും എന്ത് ചെയ്യും? കുറിച്ചു വയ്ക്കും. അതേസമയത്ത് നിങ്ങൾ ചെയ്യുന്ന ത്യാഗം ആരും ഓർക്കത്തില്ല. ശരിയല്ലേ? ഇപ്പം പറയുന്നത് ശരിയല്ല, എൻ്റെ ഒരു പ്രശ്നം. ഞാനിതൊക്കെ അങ്ങ് പച്ചയ്ക്ക് പറയും. ഈ ദിവസം ഞാൻ ദൈവത്തോട് ഒത്തിരി കൃപ ചോദിക്കുക, ഈ പച്ചയ്ക്ക് പറയുന്ന ഈ സ്വഭാവത്തിൽ എന്നെ ഒന്ന് വിടുവിച്ച് എന്നെ ഒന്ന് ഒരു ഘനശാലിയാക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലേ. വേണ്ടല്ലേ? ആൾക്കാർ പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഘനശാലി ആവണ്ട. ഇന്ന് കലാശാലികളെ കൊണ്ട് തട്ടിയിട്ട് നടക്കാൻ വയ്യ സഭയ്ക്കകത്ത്. അതായി പ്രശ്നം അല്ലേ. അപ്പം ചിലപ്പോഴെങ്കിലും ഈ കർത്താവിൻ്റെ വേലക്കാർ അവരുടെ ത്യാഗം നമ്മൾ കാണുന്നില്ല. അവരൊരു തെറ്റ് വരുത്തിയാൽ എന്ത് ചെയ്യും? അതങ്ങ് പെട്ടെന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ അതങ്ങ് അനൗൺസ് ചെയ്ത് അതങ്ങ് പരസ്യം ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ടൊരു കാര്യം, ഇഫ് യു ആർ എ ലീഡർ ആൻഡ് ഇഫ് യു ആർ സെർവിങ് വെൽ, ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ബ്ലെസ് യു. യു വിൽ ഗ്രോ. നിങ്ങളുടെ ശുശ്രൂഷയൊക്കെ വളരും, സഭ വളരും ഒക്കെ ചെയ്യും. അപ്പോൾ വേറൊരു വാക്കി പറഞ്ഞാൽ, യു ആർ ആക്ച്വലി ക്ലൈമ്പിങ് ടു ദ ടോപ്പ്. നിങ്ങളെന്താണ് ആ ഗോവണിയിൽ എന്താണ്? നിങ്ങൾ ഏണിയിലിങ്ങനെ മുകളിലോട്ട് കയറുക. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ദ മോർ യു ഗോ അപ്പ് യു ഫീൽ വെരി ലോൺലി. അതാണ് അടുത്തൊരു പ്രശ്നം. ഫീലിംഗ് വെരി ലോൺലി അറ്റ് ദ ടോപ്പ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിലപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നേതൃത്വത്തിലൊക്കെ ഒരുപാട് മുന്നേറി ഉയരത്തിലേക്ക് പോകാൻ ദൈവം അനുവദിക്കും. പക്ഷെ ഉയരത്തിലേക്ക് പോകുമ്പം പലർക്കും ഉള്ള കുഴപ്പം അവിടെ എന്താണുള്ളത്?
ഒരു ഏണിയുടെ മണ്ട കയറി അങ്ങ് ഇരിക്കുക. അവിടെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? ഒരുത്തൻ വലിഞ്ഞ് കയറി തെങ്ങിൻ്റെ മണ്ടയിൽ കയറി. ഈ തെങ്ങിലെല്ലാവരും കൂടെ മണ്ടയിൽ കയറി ഇരിക്കുമോ? ഇല്ല, തെങ്ങിൻ്റെ മണ്ടയിൽ ഒരുത്തന്നെ ഇരിക്കത്തുള്ളൂ, അല്ലേ? ഒരുത്തൻ വലിഞ്ഞ് പിടിച്ചങ്ങ് മണ്ടയിൽ കയറിയും പോയി. ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഇതാണ് ഒത്തിരി പേര്, ദേ ആർ ഫീലിംഗ് വെരി ലോൺലി ഇൻ ദ ടോപ്പ്. അവിടുത്തെ ഒരു പ്രശ്നം, ലീഡർഷിപ്പ് ക്യാൻ ബി എ ഐസൊലേറ്റിംഗ് പ്ലേസ്. എല്ലാവരും കൂടെ നമ്മളെ അങ്ങ് തള്ളി അങ്ങോട്ടങ്ങ് വിട്ടു. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്, ഇല്ലേ? തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചേർന്ന് നമ്മളെ ജയ് വിളിച്ചാണ് ഈ പറഞ്ഞ പോലെ തുടങ്ങിച്ചത്. പക്ഷേ തുടങ്ങി മുന്നോട്ട് പോയി, അല്ലെങ്കിൽ ഉയരത്തിലോട്ട് പോയപ്പോഴത്തേക്കും ബാക്കിയുള്ളൊരു പതുക്കെ അങ്ങ് മാറി. അവിടെയാണ് പലർക്കും ഈ ലീഡർഷിപ്പിൽ, പ്രത്യേകിച്ച് വെൻ യു ആർ ഓൺ ദ ടോപ്പ്, ഹൗ ഐസൊലേറ്റഡ് യു ആർ, ഹൗ മച്ച് ലോൺലി യു ആർ, ഇത് മറ്റുള്ളവർ പലപ്പോഴും മനസ്സിലാക്കത്തില്ല. ഈ ദിവസങ്ങളിൽ ഞാനും ഇത് കുറച്ചൊക്കെ അനുഭവം. ഇപ്പം ഞങ്ങൾ അയ്യോ സാമ്പാസ്റ്റർക്കോ, അയ്യോ അയാൾക്ക് ഒരിക്കലും ഇത് വരത്തില്ല. അയാൾ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ സാമ്പാസ്റ്റർ. എപ്പോഴും അയാളുടെ കൂടെ ആൾക്കാരുണ്ട്, ആൾക്കാർ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ആൾക്കാരുടെ അടുത്തെല്ലാം പോയി നമ്മുടെ സങ്കടം പറയാൻ പറ്റത്തില്ല. ഉടൻ നിങ്ങളിലുള്ള ആ പരീക്ഷന് ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റു. എന്താണെന്നറിയാം? എന്തിനാ മനുഷ്യനോട് പറയുന്നത്? ദൈവത്തോട് പോയി പറയണം, മുട്ടുമേലിരിക്കണം. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. മുട്ടുമേലിരിക്കണം, ശരിയാ. പക്ഷേ അവരും പച്ച മനുഷ്യരാ, പ്രിയപ്പെട്ടവരെ. അവർക്കും സങ്കടങ്ങളുണ്ട്, അല്ലേ? ആരെങ്കിലും അവരെ ഒന്ന് മനസ്സിലാക്കുമോ, ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിരുന്നു. ആരുമില്ല എന്ന് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ചിലപ്പോഴെങ്കിലും ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിക്കുമോ, ആരെങ്കിലും ഒന്ന് തോളത്ത് കൈയിട്ട് സാരമില്ല എന്നാ, ഇത് ശരിയാവും എന്നൊന്ന് പറയുമോ എന്ന് നമ്മൾ ചിലപ്പം ചിന്തിക്കും. അങ്ങനെ ആരും ഇല്ലാത്ത അവസ്ഥകളുണ്ടാവും, പ്രിയപ്പെട്ടവരെ. അതൊക്കെ പ്രത്യേകിച്ച് ഞാൻ ഇന്നും എന്തെങ്കിലും വന്നൊരു ന്യൂജൻ പാസ്റ്ററൊന്നും അല്ല കേട്ടോ. ചർച്ച തുടങ്ങിയിട്ട് അടുത്ത സെപ്റ്റംബർ ആകുമ്പോൾ 30 വർഷമാവും. ഈ 30 വർഷത്തെ അനുഭവം കൊണ്ട് പറയുക, ചിലപ്പോഴെങ്കിലും ക്യാൻ ഫീൽ വെരി ലോൺലി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിലൊരു ആലോചന കുറേ നാളായിട്ട് തരുന്നു. അതൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മറ്റൊന്നുമല്ല. ആസ് എ പാസ്റ്റർ ഐ ഓൾസോ നീഡ് ഒരു കെയർ ഗ്രൂപ്പ് to whom I can be accountable, to whom I can share, and the ones who can definitely come and ask questions. ഇല്ലേ, എങ്ങനെ പോകുന്ന കാര്യങ്ങൾ, ഹൗ ആർ തിങ്സ് വിത്ത് യു എന്നുള്ളത് ഇങ്ങോട്ട് ചോദിക്കാനും അങ്ങോട്ട് പറയാനും അങ്ങോട്ട് ചോദിക്കാനും, അല്ലേ? ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഉദാഹരണം ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിക്കുകയായിരുന്നു. ദാവീദിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ തൻ്റെ കൂടെ എപ്പോഴും താൻ വലിയ രാജാവായിരുന്ന കാര്യമൊക്കെ ശരി, പക്ഷേ ഹി ഹാഡ് സം മൈറ്റി മെൻ, അല്ലേ? തനിക്ക് ചിലരുണ്ടായിരുന്നു. എന്താണ് അവരെത്ര തന്നെ സ്നേഹിച്ചു എന്ന് പറയും. ഒരിക്കൽ തനിക്ക് തൻ്റെ നാട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പം എന്ത് വില കൊടുത്തും റിസ്ക് എടുത്തു പോയാൽ വെള്ളം കോരിക്കൊണ്ട് വരാൻ തയ്യാറായിരുന്നു. അത്രയ്ക്ക് ദേ ലവ്ഡ്, അല്ലേ? പിന്നെ തനിക്ക് വേണ്ടി പോയി ഒരു 300 പേരുടെ ഒരു ടീം ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്തൊരു 37 പേരുണ്ടായിരുന്നായിട്ട് നമ്മൾ ബൈബിളിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് പഠിച്ചത്. ഏകദേശം അറൗണ്ട് 37 മൈറ്റി വാരിയേഴ്സ് ദാവീദിനുണ്ടായിരുന്നു. അവർ പോയി കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാത്തിനും ഒന്നും ഈ പറഞ്ഞ പോലെ ദാവീദ് ഓടിപ്പോണ്ട, അവർ പോയി കാര്യങ്ങൾ ചെയ്യും. തനിക്കൊരു പുരോഹിതനുണ്ടായിരുന്നു, സാദോക്ക് അല്ലേ അദ്ദേഹത്തിൻ്റെ പേര്. തനിക്കൊരു പ്രവാചകനുണ്ടായിരുന്നു. ഒരു കാര്യം വന്ന മുഖത്ത് നോക്കി ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞൊരു നാഥാനുണ്ടായിരുന്നു. ഇനി വേറെ നമ്മൾ നോക്കിയാൽ പല സർക്കിളിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം ഹി ഹാഡ് എ ഫ്രണ്ട്. എന്താണ്? ഒരു സ്നേഹിതനുണ്ട്. ആരായിരുന്നു ആ സ്നേഹിതൻ? യോനാഥാൻ. ആ യോനാഥാൻ്റെ സ്നേഹത്തെപ്പറ്റി ബൈബിൾ എടുത്തു പറയുന്നുണ്ട്. ആ യോനാഥാൻ ഈ പറഞ്ഞ റിസ്ക് എടുത്ത് എന്നിട്ട് ഈ കൂട്ടുകാരനെ രക്ഷിച്ചു വിട്ടു. ഒരിക്കൽ അയാൾ നിന്ന് തൻ്റെ അപ്പൻ തന്നെയാണ് കൊല്ലാൻ നടക്കുന്നത്. ചെന്ന് പറയടാ, പപ്പ നിന്നെ വിടുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും നീ ഇവിടെ കണ്ട് നിന്ന് അയാൾ നിന്നെ തട്ടിക്കളയും, പൊയ്ക്കോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവനെ രക്ഷിച്ചു വിട്ടു. അപ്പം എല്ലാ സർക്കിളിലും ഡേവിഡിനെ കവർ ചെയ്യുന്ന ഒരു സർക്കിൾ ഉണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ടാണ് ദാവീദിന് കാര്യമായിട്ട് ആ രാജ്യം ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. ദാവീദ് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ പറ്റത്തില്ലായിരുന്നു, അല്ലേ? പക്ഷേ അതേ സമയത്ത് ഇതേ ദാവീദ് ഒരു പ്രത്യേക സന്ദർഭം നിങ്ങൾക്കറിയാം, തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും കൂടെ എന്ത് ചെയ്തു? കല്ലെറിഞ്ഞ് കൊല്ലണമെന്നും പറഞ്ഞ് തനിക്ക് നേരെ തിരിഞ്ഞു. അപ്പോഴാണ് അവിടെ ഒരു വാക്യം, എന്നാൽ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അപ്പം എത്രയൊക്കെ ഇന്നർ സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാലും there will be a time that you have to be encouraged in the Lord. മറ്റാരും ഒപ്പം കാണത്തില്ല. അപ്പോൾ ഈ സർക്കിൾ ഒന്നും അവിടെ കാണത്തില്ല. ഇതൊരു വലിയ പാഠമാണ്. അതിൻ്റെ അർത്ഥം ദാവീദിന് ഇങ്ങനൊരു സർക്കിൾ ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് റൈറ്റ്, അത് വേണം. പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും അവരും കല്ലെടുത്തെന്നിരിക്കും. അപ്പോഴും ആരേ ഉള്ളൂ? യഹോവ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം യു ക്യാൻ ബി വെരി ലോൺലി
അറ്റ് ദ ടോപ്പ്. അതാണ് ലീഡർഷിപ്പിൽ മറ്റൊരു കുഴപ്പം. അടുത്തത്, you may be sacrificing your family and the rest. Sacrificing your family. പലപ്പോഴും ഈ പറഞ്ഞ പോലെ കുടുംബത്തോടിരിക്കാൻ സമയമില്ല. ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം എന്താ, ഈ പാസ്റ്റർമാരുടെ മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ ഭയങ്കര റിബല്യസ് ആയിരിക്കും. അപ്പോൾ എന്നോട് പല പാസ്റ്റേഴ്സിൻ്റെ മക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഡാഡി ഒരിക്കലും ഞങ്ങളുടെ ആവശ്യത്തിന് ഇല്ലായിരുന്നു വീട്ടിൽ. പുള്ളി എന്നും ഈ പെട്ടിയെടുത്ത് അങ്ങ് പോക്കരുത്. പുള്ളി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ കുഞ്ഞുനാളിൽ നിന്ന് എൻ്റെ പപ്പയെ കാണാതാണ് ഞാൻ വളർന്നത് എന്ന് പറഞ്ഞിട്ടുള്ള മക്കളെ എനിക്കറിയാം. പക്ഷേ ആ പാവപ്പെട്ടവൻ എന്താ ചെയ്ത്, ഹി വാസ് സാക്രിഫൈസിങ് ഹിസ് ഫാമിലി. ശരിയാണോ തെറ്റാണോ എന്നത് പിന്നെ രണ്ടാമത്തെ വിഷയം. ഇല്ല, ചിലപ്പോഴെങ്കിലും ഞാൻ പറയാറുണ്ട്, യു ഹാവ് ടു ഗീവ് ടൈം ടു യുവർ ഫാമിലി എന്ന് പറയാറുണ്ട് ചിലരോടെങ്കിലും. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു പാസ്റ്ററുണ്ട് കോട്ടയത്ത്, അദ്ദേഹത്തിൻ്റെ മെൻറ്റർ ഒരു വെള്ളക്കാരനാണ്. അയാൾ എപ്പോഴും പറയുന്നത്, തോമസ്, ജീസസ് ഡൈഡ് ഫോർ ദ ചേർച്ച് ആൻഡ് യു ഡോണ്ട് ഹാവ് ടു. അതായത് സഭയ്ക്ക് വേണ്ടി ആര് മരിച്ചു ഒരിക്കലായി? യേശു മരിച്ചു, നീ മരിക്കണ്ട. പക്ഷേ ഈ പാസ്റ്റർമാരെ ഞങ്ങൾക്കത് മനസ്സിലാകത്തില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് യേശു മരിച്ചതുകൊണ്ട് മാത്രം അങ്ങോട്ട് പോരാ, ഞങ്ങളും കൂടെ ഒന്ന് മരിക്കണം. അതുകൊണ്ടായിരിക്കും യേശു മരിച്ചു, അത് പൂർണ്ണത അത് ഉള്ളൊരു മരണമായിരുന്നു. പക്ഷേ അതെന്തോ പോരാഞ്ഞ പോലെയാണ്, ഞങ്ങളും കൂടെ ചേർന്ന് എന്ത് ചെയ്യും, അങ്ങ് മരിക്കും. ഒരു ദൈവമനുഷ്യൻ ശക്തമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചു. പക്ഷേ അദ്ദേഹം 30 വയസ്സിൽ മരിച്ചുപോയി. 30 വയസ്സിൽ തൻ്റെ മരണക്കിടക്കൽ കിടന്നുകൊണ്ട് താനിങ്ങനെ വിലപിച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ലോകപ്രസിദ്ധം. എന്താണെന്നറിയാം? ഗോഡ് ഗേവ് മീ എ മെസ്സേജ് ആൻഡ് ഹി ഗേവ് മീ എ ഹോഴ്സ് ടു, ബട്ട് ഐ കിൽ ദ ഹോഴ്സ്. നൗ വാട്ട് ക്യാൻ ഐ ഡു? ദൈവം എനിക്കൊരു സന്ദേശം തന്നു, ഈ സന്ദേശം കൊണ്ടുപോകാൻ എനിക്കൊരു കുതിരയും തന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല, ഈ കുതിരയെ ശ്രദ്ധിക്കാതെ കുതിര ചത്തുപോയി. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഈ സന്ദേശം കൊണ്ടുപോകും എന്നും പറഞ്ഞ് തൻ്റെ മരണക്കിടക്കയിൽ വിലപിച്ചിട്ട് മരിച്ചതായിട്ടുണ്ട്. പക്ഷേ 30 വയസ്സിനകത്ത് പുള്ളി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നല്ല യൗവനത്തിൽ പുള്ളി എന്ത് ചെയ്തു, ശരീരത്തെ നോക്കാതെ താൻ മരണപ്പെട്ടു പോയി. ചിലപ്പോഴെങ്കിലും ദൈവം തന്ന ഈ കുതിരയെ ഒന്ന് സൂക്ഷിക്കേണ്ട കടമ ഇത് ഞാൻ തന്നെ എന്നോട് പറയണം. ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് എന്നോടും പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. തീർച്ചയായിട്ടും ശ്രദ്ധിക്കാൻ ഞാനും ശ്രമിക്കുന്നുണ്ട്. നിങ്ങളും ദയവായി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ കേൾക്കുന്ന എല്ലാ പാസ്റ്റർമാരും, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ശരീരം അത് ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ഈ ആലയത്തെ നശിപ്പിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടുന്ന റെസ്റ്റ് കൊടുക്കേണ്ടപ്പം കൊടുക്കണം, ഈ ആലയത്തിന് വേണ്ടുന്ന ഭക്ഷണം കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. ഇനി അതിഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്, ഈ ഭക്ഷണത്തെ അങ്ങനെ ഈ പറഞ്ഞ പോലെ നശിപ്പിക്കുകയും ചെയ്യരുത്, അല്ലേ? ഇതെല്ലാം നമുക്ക് വേണം. ഇനി ഇതൊക്കെ പറയുമ്പം ഞാൻ ചിലപ്പം ചിന്തിക്കും, ഞാനിത് വഞ്ചിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ചിലപ്പം ചിന്തിക്കും, ഈ കഴിഞ്ഞ 30 വർഷത്തിനകത്ത് ഇന്ന് വരെ ഒരു വെക്കേഷൻ എടുത്തിട്ടില്ല. എല്ലാവരും കൂടി ഒരു വർഷം ഒരു ഫർലോ തന്ന് എങ്ങോട്ടേലും ഒന്ന് പറഞ്ഞു വിട്ടാൽ കൊള്ളായിരുന്നു, അല്ലേ? എന്താണെന്നറിയത്തില്ല, എൻ്റെ ഒരു രീതിയായിരിക്കാം. കാരണം ഞാൻ ഈ എവിടെയെങ്കിലും ഒരു യാത്ര ഒരു മാസത്തേക്ക് അഥവാ ഒരു യാത്ര പോകേണ്ടി വന്നാൽ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ആരൊക്കെ ഇപ്പോൾ ആശുപത്രി കിടക്കുന്നത്, ആരൊക്കെയാണ് പ്രായമായിരിക്കുന്നത്, ആരൊക്കെയാണ് അടുത്ത ഒരു മാസത്തിനകത്ത് തട്ടിപ്പോകാൻ ചാൻസ് ഉള്ളത്, അല്ലേ? കാര്യം പലരുടെയും വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഷാംപാഷർ അടക്കം നടത്തണം, എവിടെയാണ് തുണി വെച്ചിരിക്കുന്നത്, സാരി എവിടെയാണ് വെച്ചിരിക്കുന്നത്, പിന്നെ എന്താണ് എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. പണ്ട് എനിക്കൊരു ഓർമ്മയുണ്ട്, ഈ ചർച്ചിൽ കുറേ പ്രായമുള്ള അങ്കിളുമാരുണ്ടായിരുന്നു. അവരുടെ എല്ലാം കണ്ടീഷൻ എന്തായിരുന്നു അറിയാമോ? ഞങ്ങളുടെ അടക്കം നടത്തണം. ഓക്കെ, ഞാൻ എല്ലാം, പക്ഷേ ദൈവകൃപയിൽ അവരുടെ എല്ലാം അടക്കം നടത്തി കേട്ടോ. അതിലൊരു അങ്കിളുണ്ടായിരുന്നു, അദ്ദേഹം തീരെ അവശനായിട്ട് കുറേ നാളങ്ങ് കിടന്നു. അപ്പോൾ ആ ഇടയ്ക്ക് ഞാൻ ഒത്തിരി യാത്ര ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ആൻറ്റി പറയും, പോവാണോ പാസ്റ്റർ? ഞാൻ ഇന്ന് വരും, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരും. അങ്കിൾ അറിയണ്ട, അങ്കിൾ അറിയാതെ പുറകെ കൂടെ അങ്ങ് പൊയ്ക്കോ ഇറങ്ങി. പിന്നെ ഞാനന്ന് ഓരോ യാത്ര ചെയ്യുമ്പോഴും ഈ അങ്കിളിൻ്റെ അടുത്ത് പറയാതെ പോകുന്നത്. എന്താ പ്രശ്നം? കാരണം ഈ അങ്കിളിൻ്റെ പ്രശ്നം, ഞാൻ പോവാന്ന് പറഞ്ഞാൽ, അയ്യോ അപ്പം ഞാൻ നാളെ അങ്ങനെ മരിച്ചു പോയാൽ. അവസാനം ഞാൻ ഉള്ളപ്പം തന്നെ അങ്കിൾ മരിച്ചത്, കുഴപ്പമില്ല, അങ്കിളിനെ അടക്കി. അപ്പോൾ ആ അങ്കിൾ പോയി കേട്ടോ. അപ്പം ഞാൻ വാക്ക് കൊടുത്തവരെല്ലാം പോയി. ഇനി നിങ്ങൾക്ക് ആർക്കും ഞാൻ വാക്ക് തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഞങ്ങളെ കർത്താവ് സുവിശേഷം പ്രസംഗിക്കാനാണ് വിളിച്ചിരിക്കുന്നത്, ഫ്യൂണറൽ ഡയറക്ടേഴ്സായിട്ടല്ല വിളിച്ചിരിക്കുന്നത്. ചിലപ്പോഴെങ്കിലും മാരേജ് ഈ സോമലൈസ് ചെയ്യാനും അടക്കം നടത്താനും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പം ഞാൻ എടുത്ത് പ്രതിഷ്ഠിക്കാത്ത, നിങ്ങൾക്കറിയാമല്ലോ, അവരവരെ കൊണ്ട് തന്നെ അങ്ങ് അവനവൻ്റെ കുഞ്ഞുങ്ങളെ അവനവൻ തന്നെ പ്രതിഷ്ഠിച്ചോളുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. വേറൊന്നും വീട് പ്രതിഷ്ഠിക്കാനും ഇപ്പം എന്നെ വിളിച്ചറിയാമല്ലോ. ഞാനല്ല വീട് നിങ്ങൾക്കാണ് വീട് തന്നെ, നിങ്ങൾ ആ വീട് പ്രതിഷ്ഠിച്ചോണം, അല്ലേ? ഇതുപോലെ ഇനി സത്യം പറഞ്ഞാൽ
ആരേലും ചത്താൽ നിങ്ങൾ ആ ക്ലസ്റ്റർ അങ്ങ് കുഴിച്ചിടുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം നാളെ അതേ നടക്കത്തുള്ളൂ പ്രാക്ടിക്കലായിട്ട്, പ്രിയപ്പെട്ടവരെ. ഇനി വിവാഹം, ഇത് തന്നെ ഇപ്പോൾ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു സിമ്പിൾ ചർച്ച് ഒരു ഫോർമുല വന്നേ പറ്റൂ പ്രിയ. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ പറയുന്നതൊക്കെ കൊള്ളാം, ഇത്രയും നാൾ ഇത് കൊള്ളാമായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു രീതിയിലേക്ക് ദൈവസഭ വന്നെങ്കിലേ ഇന്ത്യയിലൊക്കെ സഭ വളരുകയുള്ളൂ, അല്ലേ? അവിടെ ഓരോ ഭവനം, ഓരോ തെരുവിലും ഒരു സഭയായിരിക്കും, അല്ല? എല്ലാവരും കൂടെ വണ്ടി ഓടിച്ചൊരു ദൂരെ സ്ഥലത്ത് പോകേണ്ടി വരത്തില്ല. അവിടങ്ങളിൽ കൂടി ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടായ്മകൾ ഈ ദേശത്തുണ്ടാകും പ്രിയപ്പെട്ടത്. അന്ന് നമ്മൾ ഓരോരുത്തരും ഒരു പാസ്റ്റർ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ആ കൊച്ചു കൂട്ടത്തിൽ. ഇന്നലെ നമ്മുടെ ഒരു ക്ലസ്റ്റർ മീറ്റിങ്ങിന് പോയവരെന്നെ വിളിച്ചു പറഞ്ഞു, ഒരു കൺവെൻഷനിലുള്ള ആളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പേര് പറയുന്നില്ല ഏത് ക്ലസ്റ്ററാണെന്നോ ആരുടെ വീടാണെന്നോ. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാര്യം ആ ഒരു പ്രായമുള്ളൊരു മാതാവാണ്, തൻ്റെ പരിചയത്തിലും ഒക്കെ ഉള്ള എല്ലാവരെയും വിളിച്ച് അവിടെ ഇരുത്തിയിരുന്നു. അതാണ് ഒരു ക്ലസ്റ്ററിൻ്റെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അവരൊക്കെ എങ്ങനെ അല്ലെങ്കിൽ സുവിശേഷം കേൾക്കുന്നത്? അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ചെയ്താൽ അവിടങ്ങളിൽ അനേക കൂട്ടായ്മകൾ, ആ ഓരോ കൂട്ടായ്മകളും ഓരോ സഭ തന്നെയായിരിക്കും. എത്ര പേര് അതിനൊരു ആമേൻ പറയും? ദാറ്റ് എക്സാക്ട്ലി ഇസ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് മോഡൽ. അതാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് മാതൃക, അല്ലേ? നമ്മൾ അതിൽ നിന്നൊരു വേറൊരു മാതൃകയിലോട്ട് പോകുന്നതാണ് തെറ്റ്. അപ്പോൾ തിരിച്ചു വരാം. അപ്പം സാക്രിഫൈസിങ് യുവർ ഫാമിലി ആൻഡ് റെസ്റ്റ്, അല്ലേ? പലപ്പോഴും വിശ്രമമില്ലാതെ ഓടുന്നു, അത് തെറ്റാണ്. ഇനി പലപ്പോഴെങ്കിലും യു ഗിവ് യുവർ ടൈം, യുവർ എനർജി ആൻഡ് യുവർ റിസോഴ്സസ് ഈവൻ സംടൈംസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് യുവർ ഓൺ ഹെൽത്ത് ആൻഡ് യുവർ ലവ്ഡ് വൺസ്. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യം നോക്കാൻ സമയമില്ല, സ്വന്തം ആരോഗ്യം നോക്കാൻ സമയമില്ല, നിങ്ങളുടെ സമയവും ആരോഗ്യവും ഊർജവും, അല്ലേ, ഇനി കയ്യിലുള്ളതും എല്ലാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കേണ്ടത് വരുന്നു. അടുത്തത്, നേതൃത്വം നിൽക്കുന്നവർ അനുഭവിക്കുന്ന മറ്റൊരു വലിയ പ്രയാസം, ബെയറിങ് ഫാൾസ് അക്യൂസേഷൻസ്. അതായത് തെറ്റായ കുറ്റപ്പെടുത്തലുകൾ. അതെന്തുകൊണ്ട് ചോദിച്ചെന്നറിയാം? സംടൈംസ് പീപ്പിൾ മേ സ്പ്രെഡ് ലൈസ്. ഒരു ശുദ്ധ നുണ അങ്ങ് പറഞ്ഞങ്ങ് പരത്തും. അതങ്ങ് പരത്തിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താണെന്നറിയാമോ? സംടൈംസ് യു മേ ബി ഫോഴ്സ്ഡ് ടു സ്റ്റേ സൈലൻറ്റ് ഈവൻ ദ ഗോഡ് വിൽ ഡിഫെൻഡ് യു. ദൈവം എന്നെ ഡിഫെൻഡ് ചെയ്യുമെന്ന് അറിയാം, പക്ഷേ എനിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുമ്പം മിണ്ടാതെ വായി പൂട്ടി ഇരിക്കേണ്ടി വരുന്നു. അതാണ് വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരുന്ന കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ആരെങ്കിലും ഒന്ന് കയറ്റി വിട്ടാൽ മതി, അതങ്ങ് പോവും, അല്ലേ? കാറ്റടിച്ച് അതങ്ങ് അല്ലെങ്കിൽ തൂവൽ പറന്നു പോകുന്ന പോലെ അങ്ങ് പോവും, ലോകമെമ്പാടും അങ്ങ് പരന്നു പോകും. പക്ഷെ ഇതിനെല്ലാം കയറി ഉത്തരം പറയാൻ പറ്റും, ഇതിനൊക്കെ ന്യായം പറയാൻ പറ്റും, ഇതിനൊക്കെ കയറി വിശദീകരണം കൊടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. ദൈവം ഡിഫെൻഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാം, പക്ഷേ ആ സമയത്ത് വായടച്ച് മിണ്ടാതെ ഇരിക്കുക എന്ന് പറയുന്നത്, അത് ഓർത്തോണം. എവ്രി വേർഡ്സ് ഓഫ് ലൈ ദാറ്റ് ഹാസ് ബീൻ സ്പോക്കൺ അഗൻസ്റ്റ് യു, ഇറ്റ് ക്യാൻ ഹേർട്ട് യു. നമുക്കെതിരെ സംസാരിക്കുന്ന അത് വ്യാജവും കൂടെ ആണെങ്കിൽ അത് എന്തും മാത്രം നമ്മളെ വേദനിപ്പിക്കും എന്നുള്ള കാര്യം മറക്കരുത് പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന നേതൃത്വത്തിലായിരിക്കുന്ന ഓരോരുത്തരും ഓർക്കണം, നിങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ നുണ തന്നെ ആയിരിക്കാം. അത് പറയുമ്പോൾ ആ വാക്കുകൾ, ആ പരാമർശങ്ങൾ ഒത്തിരി നിങ്ങളെ വേദനിപ്പിക്കും. ദൈവം നിങ്ങളെ ഡിഫെൻഡ് ചെയ്യും, പക്ഷെ നിങ്ങൾ വായടച്ചിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത് വളരെ സങ്കടമാണ്. മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നേതൃത്വത്തിൽ നിൽക്കുമ്പം ഇതൊക്കെ പ്രതീക്ഷിക്കാം, പക്ഷെ ഇതൊക്കെ തങ്ങൾക്കെതിരെ വരുമ്പോൾ വായ് പൂട്ടി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് ഏറ്റവും സങ്കടം. അടുത്തത്, നാവിഗേറ്റിംഗ് ഡിസ്കറേജ്മെൻറ്റ്. ചിലപ്പോഴെങ്കിലും ഈ ശുശ്രൂഷയിലായിരിക്കുമ്പം നിരാശ തോന്നും പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചിന്തിക്കരുത് ഞായറാഴ്ച രാവിലെ വന്നിവിടെ കയറി നിൽക്കുമ്പം ഇങ്ങനെ ചാർജായിട്ട് നിൽക്കുക അല്ല. ഈ ചാർജൊക്കെ ഞാൻ ഉള്ള സത്യം പറയാം, ഞാൻ എപ്പോഴും പറയുന്നൊരു കഥ ഇന്നും കൂടെ പറഞ്ഞേക്കാം. എന്താണ്, ഒരിക്കലും ഒരു ചെറുക്കൻ രാവിലെ, ചെറുക്കനല്ല ഒരു ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റ് ഒരു വ്യക്തി എഴുന്നേൽക്കുന്നില്ല. അമ്മ മതി എഴുന്നേക്കടാ, ഞായറാഴ്ചയാടാ എഴുന്നേക്കടാ. ഇവൻ അങ്ങോട്ട് തലവഴി പുതപ്പ് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക. അമ്മ കൊണ്ട് വെള്ളം കോരി അവൻ്റെ തലയിൽ ഒഴിക്കുന്നു, പുതപ്പ് പിടിച്ച് വലിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. അവസാനം അവൻ ചോദിച്ചിട്ട്, മമ്മ ടെൽ മീ 2 reasons why I should go to church. ഞാനിന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകാൻ 2 കാരണം പറ. ഇവിടെ അമ്മ പറഞ്ഞെടാ, ടുഡേ ഈസ് സൺഡേ, ഓക്കെ, ഇന്ന് ഞായറാഴ്ച, ദെൻ യു ആർ ദ പാസ്റ്റർ, നീ ആ പാസ്റ്റർ. ഇത് തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ പാസ്റ്റർമാരോട് ചോദിച്ചാൽ അറിയാം, ഞായറാഴ്ച ആയി പോയതുകൊണ്ടും പാസ്റ്റർ ആയി പോയതുകൊണ്ടും ചർച്ചയിൽ വന്ന്
സന്തോഷമുള്ളവരെല്ലാം കൈകളെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നവരൊക്കെ എടുത്താട്ടെ, അടിച്ചാട്ടെ. സന്തോഷമുള്ള ഈ വർഷിപ്പ് ലീഡ് ചെയ്യാൻ വന്ന് നിന്നിട്ട് ആദ്യത്തെ ഓപ്പണിംഗ് സ്റ്റേജ് സന്തോഷമുള്ളവരെല്ലാം കരങ്ങളെ ഉയർത്താം. അത് തമിഴ്നാട്ടിലാണ് കൂടുതൽ. സന്തോഷമുള്ളവരെല്ലാം. അപ്പം ഞാൻ ചിന്തിക്കുക, ആയാലും തിരിഞ്ഞ് തനിക്ക് സന്തോഷം ഉണ്ടാവുകയെ? എല്ലാവരുടെയും സന്തോഷം അളക്കാൻ വന്നിരിക്കുക ഇയാൾ. ഈ പറയുന്ന ആൾക്ക് സന്തോഷം, ഇയാൾ നുറുങ്ങി അല്ലേ വിങ്ങി പൊട്ടിക്കൊണ്ടായിരിക്കും അയാൾ നിൽക്കുന്നത് അല്ലേ. അതൊരു വലിയ സത്യമാണെന്ന് ഓർക്കണം. ഡിസ്കറേജ്മെൻറ്റ്. You pour out to your heart and still wonder, is it making any difference? നമ്മൾ ഈ ഹൃദയം പൊട്ടി എല്ലാം കൂടെ അങ്ങ് പങ്കുവെച്ചാൽ ഈ ശുശ്രൂഷിക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ് ഇല്ലേ. വല്ലപ്പോഴും ആരെങ്കിലും വന്നിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് പറയുമ്പം ഒരു വലിയ ആശ്വാസമാണ് പ്രിയപ്പെട്ടവരെ. ദയവായി ഈ ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കരുത്. സെയ്റ്റ്. അത് എന്നോട് വന്ന് പറയണമെന്നല്ല ഞാനീ പറയുന്നത്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ പ്രത്യേകിച്ച് നിങ്ങളൊരു നല്ല സന്ദേശം കേട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കേട്ടു, ചെന്ന് പറയുക ഓപ്പൺലി, യാ ഐ വാസ് ബ്ലെസ്ഡ് ബൈ വാട്ട് യു ഡിഡ്. അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞതിൽ എനിക്ക് അത് അനുഗ്രഹമായിരുന്നു എന്ന് പറയുക പ്രിയപ്പെട്ടവരെ. ദാൽ ബി വെരി ഗുഡ്. അടുത്തത് ബാലൻസിങ് ഗ്രേസ് ആൻഡ് ഡിസിപ്ലിൻ. കൃപ കാണിക്കണം, പക്ഷേ എന്തും കൂടെ ചെയ്യണം. ചിലപ്പം ചില സ്ട്രിക്റ്റ് ആവണം അല്ലേ. അവിടെയാണൊരു വലിയ പ്രശ്നം. നമ്മളെല്ലാം ഒരു എക്സ്ട്രീമിലോട്ടങ്ങ് പോകും. ചില മാസ്റ്റർമാരുണ്ട് എന്താണ് എപ്പോഴും അങ്ങ് കൃപ 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 ഒന്നൻ അല്ലേ. കൃപ മാത്രമേ ഉള്ളൂ, ആരെയും വഴക്ക് പറയത്തില്ല. ഇപ്പം എന്നെ പറ്റി ഒരു ഒത്തിരി പരാതി ഇപ്പം പറയുന്നതാ, പാസ്റ്റർ ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇച്ചിരി സ്ട്രിക്റ്റ് ആവണം. അപ്പോൾ ഞാൻ സ്ട്രിക്റ്റ് ആവാനുള്ളൊരു മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് സ്ട്രിക്റ്റ് ആവണം അല്ലേ. അപ്പം യു ഹാവ് ടു ബി സ്ട്രിക്റ്റ്. ഡിസിപ്ലിൻ ചെയ്യേണ്ടത് ഡിസിപ്ലിൻ ചെയ്യണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ഷോ ഗ്രേസ്. കൃപയും കാണിക്കണം അല്ലേ. ഈ കൃപയിലാണ് ഈ കൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നതാണ് നമ്മൾ ബൈബിളിൽ വായിക്കുക. അതിൻ്റെ അർത്ഥം കൃപ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യണം. അപ്പം കൃപയുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ കൃപയും ഉണ്ടാകും. പക്ഷേ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനാണ് പലപ്പോഴും പ്രശ്നം. ഇവിടെ ചെറിയ പ്രശ്നം, യു ഹാവ് ടു ലവ് പീപ്പിൾ ഈവൻ ടു കറക്റ്റ് ദം. നമ്മൾ അത്രയ്ക്ക് ജനങ്ങളെ സ്നേഹിക്കണം. എത്ര വരെ? അവരെ തിരുത്തേണ്ടി വന്നാൽ തിരുത്തുന്ന നിലയിൽ വരെ അവരെ സ്നേഹിക്കണം. ഈവൻ ദോ യു നോ ദേ മൈറ്റ് ലീവ്. ചിലപ്പോൾ നമ്മളങ്ങ് തിരുത്താൻ പോയി അവരെന്ത് ചെയ്യും? അവരങ്ങ് പോവും. അത്രയേ ഉള്ളൂ അല്ലേ. തിരുത്താൻ പോയാൽ പലപ്പോഴും ചിലർ സഭ വിട്ട് പോകുമ്പോൾ, ഈ സഭയിൽ നിന്ന് ചിലരൊക്കെ വിട്ടു പോയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കറിയാം, എൻ്റെ മനസ്സാക്ഷി ക്ലിയറാണ്. അവർ പോയതിന് ഒരു കാരണം, എവിടെയോ നമ്മൾ തിരുത്താൻ ശ്രമിച്ചപ്പം പോയവർ ഈ ചർച്ചിലുമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അവരാരും പോയി നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല. അവരും എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. ഇനി സ്റ്റിൽ ഷോയിങ് അപ്പ് ഇൻ സ്പൈറ്റ് ഓഫ് the pain, the heartbreak, the exhaustion. ചിലപ്പോഴെങ്കിലും നമുക്ക് ഇനി ഒട്ടും ജീവനില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ നിൽക്കാനുള്ള ശേഷിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വരുന്നില്ല വായി പറയാൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ശുശ്രൂഷ വിട്ട് ഓടണമെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള അവസ്ഥയിൽ കൂടെ പോകുമ്പോഴും യു ഹാവ് ടു സ്റ്റിൽ ഷോ അപ്പ്. വീണ്ടും ഞായറാഴ്ച വന്ന് സന്തോഷമുള്ള എത്ര പേര് വന്നിട്ടുണ്ട് അല്ലേ. വീണ്ടും എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കണം. ഇത് ഈ പുൽപ്പറ്റിൽ വന്ന് നിൽക്കുന്നവരുടെ ഒരു അവസ്ഥയാണ് അല്ലേ. അപ്പം അവിടെ വീണ്ടും എന്ത് ചെയ്യണം? യു ഹാവ് ടു സ്റ്റാൻഡ്, യു ഹാവ് ടു ലീഡ് ആൻഡ് യു ഹാവ് ടു സ്റ്റിൽ ലവ്. അവിടെ വന്നിരിക്കണം, ലീഡ് ചെയ്യണം, എന്നിട്ട് ഇവരെല്ലാം എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എനിക്കറിയാം ചിലപ്പോൾ നമ്മളെ ഇഷ്ടമില്ലാത്ത നമ്മൾ പിണങ്ങി വഴക്കുണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ഈ സഭയിൽ അങ്ങനെ ആരും ഇല്ലാത്തതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു കാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചിലർ വരും, എങ്കിൽ ഇവർ വരാതിരിക്കുമോ? വരും. നേരെ വന്ന് ഫ്രണ്ട് ഇരുന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് വല്ലതും പറയാൻ നിൽക്കുമ്പോൾ ബൈബിൾ തുറന്ന് അവർ ഭയങ്കര വായന. പോകടേ, നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥിക്കാൻ പറയുമ്പം ഇയാൾ എന്ത് ചെയ്യണം? ഭയങ്കര വായന. അതായത് നമ്മളെ പരസ്യമായിട്ട് നമ്മളെ അലക്ഷ്യമല്ലല്ലോ, എന്താ പറയുന്നത്, നമ്മളെ അപമാനിക്കുക. അതെ, ഞാനത് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. ഞാൻ ഇന്ന് ഇതാദ്യമായിട്ട് ജീവിതത്തിൽ അത് ഞാൻ തുറന്നു പറയുന്നു. ഞാൻ ചിലപ്പം ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ അവരൊന്നും വരാതിരുന്നെങ്കിൽ, അല്ലെ വല്ല മൂലയിലെങ്ങാനും പോയി ഇതല്ല ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഐ ഡോണ്ട് കെയർ, നിന്നെ ഞാൻ കൂട്ടിയിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് ഇൻഡിഫറൻ്റായിട്ട് മുന്നേ ഇരിക്കുമായിരുന്നു.
പക്ഷേ അന്നും ദൈവം എനിക്ക് തുണ, എൻ്റെ കൂടെ നിന്നു എന്ന് പറഞ്ഞ പോലെ ദൈവം നിന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എന്തോ സങ്കടം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്, ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. പക്ഷേ എന്നെ കേൾക്കുന്ന എല്ലാ ലീഡേഴ്സിനോടും പാസ്റ്റേഴ്സിനോടും ഞാനൊരു കാര്യം പറയട്ടെ. ടു എവ്രി ലീഡർ ബ്ലീഡിങ് വൈൽ ലീഡിങ്, ഗോഡ് സീസ് യു. ദൈവം നിങ്ങളെ കാണുന്നു. മറ്റാരും കാണത്തില്ല, ചർച്ചിലുള്ള ആരും കാണത്തില്ല, കമ്മിറ്റിക്കാർ കാണത്തില്ല, ട്രസ്റ്റീസ് കാണത്തില്ല, ആരും കാണത്തില്ല. പക്ഷേ ദൈവം കാണുന്നു. 56-ാം സങ്കീർത്തനം 8-ാം വാക്യം. വാക്യം വായിക്കാതെ പോരുതല്ലോ. 56-ാം സങ്കീർത്തനം 8-ാം വാക്യം. Psalm 56:8. നീ എൻ്റെ ഉഴഴ്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കുന്നു. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തി ആക്കി വെക്കണമേ എന്നൊരു ആവശ്യം അങ്ങോട്ട് പറയുക. പക്ഷെ അത് നിന്റെ പുസ്തകത്തിലില്ലയോ? നമ്മുടെ കണ്ണീര് എവിടെയോ ഒരു ബോട്ടിലിൽ ശേഖരിക്കപ്പെടുന്നുണ്ട്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അതിൻ്റെ അർത്ഥം ശുശ്രൂഷ അത് വില കൊടുത്ത് തന്നെ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷയിൽ കണ്ണുനീരുണ്ട്. പക്ഷെ ആ കണ്ണുനീര് നിലത്തല്ല വീഴുന്നത്, അതെവിടെയോ ഒരു കുപ്പിയിൽ അത് കളക്ട് ചെയ്യുന്നുണ്ട്, അതെവിടെയോ വെച്ചിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നു? എന്നെ കേൾക്കുന്ന ആരെങ്കിലും കണ്ണീരോടെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നു, എൻ്റെ കണ്ണീര് ആരും കാണുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കണ്ണീര് എവിടെയോ ഒരു തുരുത്തിയിലാക്കി വെക്കുന്നുണ്ട്. അത് എൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ? അതെല്ലാം എവിടെയോ കുറിച്ച് വയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറിച്ച് വയ്ക്കുന്നുണ്ട്. അതേപോലെ ഒരു വാക്യം കൂടെ, എബ്രായലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. എബ്രായലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും ഇതൊന്നും മറന്നു കളവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഈസ് നോട്ട് an unrighteous God that he will forget what you have done for him. അവന് വേണ്ടി ചെയ്തത് അതാരും ഈ ഭൂമിയിൽ കണ്ടില്ല എങ്കിലും നമ്മുടെ ദൈവം അത് കാണുന്നു, അതവൻ കുറിച്ചു വയ്ക്കുന്നു. കണ്ണീരാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് തുരുത്തിയിൽ വയ്ക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇത് പലപ്പോഴും ഈ വാക്യങ്ങൾ പ്രസംഗകരിങ്ങനെ ഒന്ന് പ്രസംഗിക്കും. പക്ഷേ എൻ്റെ ചോദ്യം, ഈ പ്രസംഗിക്കുന്നവരുടെ മുറിവും അവരുടെ തകർച്ചയും അതാരാ കെട്ടുന്നത്? അത് ഉണക്കുന്നതാരാ? അത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്തൃ ശുശ്രൂഷയിൽ വേദനയോടെ തകർച്ചയോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്, ആരും കണ്ടില്ല എങ്കിലും കേട്ടില്ല എങ്കിലും മനസ്സിലാക്കിയില്ല എങ്കിലും എല്ലാവരും കുറ്റപ്പെടുത്തട്ടെ, എല്ലാവരും തള്ളിക്കളയട്ടെ. അവിടെയും തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. കർത്താവ് വിശ്വസ്തൻ, കർത്താവ് വിശ്വസ്തൻ. ഞാനിതൊക്കെ പറയുമ്പം ഞാൻ കുറച്ച് നല്ല പോയിൻറ്റ്സ് പറഞ്ഞു, അവസാനം 2 വാക്യവും പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ പറയുന്ന ഓരോ പോയിൻറ്റും അത് ഓരോ പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനൊരു സാക്ഷിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഇതെല്ലാം കടന്നു പോയിട്ടുള്ള ഒരാളെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ദൈവം വിശ്വസ്തൻ, ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. ദൈവം വിശ്വസ്തൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. യുവർ പെയിൻ ഹാസ് എ പർപ്പസ്. നിങ്ങളുടെ വേദനയ്ക്ക് ഒരു ഉദ്ദേശമുണ്ട്. യുവർ ടിയേഴ്സ് ആർ നോട്ട് വേസ്റ്റഡ്. നിങ്ങളുടെ കണ്ണീരൊന്നും അത് വെറുതെ ആകുന്നില്ല. യുവർ ലേബർ ഇസ് നോട്ട് ഇൻ വെയിൻ. നിങ്ങളുടെ അധ്വാനം ഒരിക്കലും കർത്താവിൽ വൃഥാവല്ല. ഇത് നമ്മൾ മറക്കണം. അതുകൊണ്ട് ചെയ്യേണ്ടത് സ്റ്റേ ഫെയ്ത്ത്ഫുൾ. എല്ലാ പാസ്റ്റർമാരോടും ഞാൻ പറയട്ടെ, സ്റ്റേ ഫെയ്ത്ത്ഫുൾ വെർ യു ആർ. വിശ്വസ്തയോടെ നിങ്ങളെ ആക്കിയെടുത്ത് നിങ്ങൾ നിൽക്കുക. ഈവൻ വൂണ്ടഡ് ഷെപ്പേർഡ്സ് ക്യാൻ സ്റ്റിൽ ലീഡ് ഷീപ്പ് ടു ഗ്രീൻ പാസ്റ്റേഴ്സ്. ഒരു പക്ഷേ മുറിഞ്ഞ ഇടയന്മാരായിരിക്കും, പക്ഷേ ആ മുറിഞ്ഞ ഇടയന്മാർക്ക് ആടുകളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നയിക്കാൻ കഴിയും. കാര്യം നമ്മുടെ വലിയ ഇടയൻ മുഴുവനും മുറിഞ്ഞവനായിരുന്നു. തൻ്റെ മുഴുവനും മുറിഞ്ഞവനാണ്. ഇപ്പം നമ്മൾ കേട്ടതുപോലെ കാൽവറി ക്രൂശിൽ മുഴുവനും മുറിഞ്ഞവനാണ്.
പക്ഷേ ആ മുഴുവനും മുറിഞ്ഞ ആ നല്ല ഇടയനാണ് ഇന്ന് നമ്മളെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുവാൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുവാൻ ആ ഇടയന് കഴിയുമെങ്കിൽ അണ്ടർ ഷെപ്പേർഡ്സ് എന്ന് പറയുന്ന ഈ ഭൂമിയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തർക്കും ഇൻസ്പൈറ്റ് ഓഫ് യുവർ വൂണ്ട്സ്, നിങ്ങളുടെ മുറിവുകൾ അവിടെ ഇരിക്കുമ്പം തന്നെ കർത്താവ് നിങ്ങളുടെ മുറിവുകളെ ചികിത്സിച്ച് ഉണക്കുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അനേകരെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടു ചെല്ലുവാനും നിങ്ങളെ കൊണ്ട് കഴിയും. അത് വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? അത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷം എല്ലാവരും ഒരു തീരുമാനമെടുത്താൽ, കർത്താവെ, കർത്തൃവേലയിലായിരിക്കുന്നവരെ, കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നവരെ, അവരെ കർത്താവെ ഞങ്ങൾ വളരെ അവരെ കരുതുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ കർത്താവെ കുറ്റപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് എളുപ്പമാണ്. പക്ഷെ അവർ കടന്നു പോകുന്ന അവസ്ഥകളൊന്ന് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും പാസ്റ്റർമാരെ ആരും ചോദ്യം ചെയ്യരുത്, പാസ്റ്റർമാർ ചെയ്യുന്ന തെറ്റുകളെ എല്ലാവരും പൊതിഞ്ഞ് പിടിച്ചോണം, ഇങ്ങനെയൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. പാസ്റ്റർമാർ മനുഷ്യരാണ്. അവർ തെറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവർ തെറ്റുകൾ അവരോട് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ സ്നേഹത്തിൽ വേണം നിങ്ങളത് ചെയ്യാൻ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ല ചൂണ്ടിക്കാണിക്കേണ്ടത്. നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങൾക്കത് പറയാം. പക്ഷേ അതിനേക്കാളും മുമ്പേ നിങ്ങൾക്കിരുന്ന് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. അങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര പാസ്റ്റർമാർ അവർ കുറച്ച് സന്തോഷത്തോടെ ഞരങ്ങിക്കൊണ്ടല്ല, അവർ സന്തോഷത്തോടു കൂടി ശുശ്രൂഷിച്ചേനെ. എനിക്കറിയാം എത്രയെങ്കിലും പാസ്റ്റർമാർ ഞരങ്ങിക്കൊണ്ട് ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ ഞരങ്ങിക്കൊണ്ട് ശുശ്രൂഷിക്കാൻ ഇടയായാൽ ആ വാക്യത്തിൽ തന്നെയുണ്ട്, നിങ്ങൾക്കത് നന്നല്ല. ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു. അത് അങ്ങനെ ഞരക്കം ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നല്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? നമുക്കിന്നത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ നീ ഞങ്ങൾ തന്നിരിക്കുന്ന ഇടയന്മാർക്കായിട്ട് സ്തോത്രം. ഇടയ പരിപാലനത്തിലായിരിക്കുന്ന എല്ലാ പാസ്റ്റർമാർക്കും വേണ്ടി ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങ് വിളിച്ച് വേലയ്ക്കാക്കിയിരിക്കുന്ന എല്ലാ അങ്ങയുടെ ദാസന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ പാസ്റ്റേഴ്സിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ കുടുംബങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാര്യമാർ, അവരുടെ മക്കൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ, അവസ്ഥകളെല്ലാം അങ്ങ് അറിയുന്ന കർത്താവേ, അവർ ചെയ്യുന്ന വേല നിമിത്തം അവരെ കർത്താവെ ബഹുമാനത്തോടെ കാണുവാൻ, അവരെ ശ്രേഷ്ഠരെന്ന് എണ്ണി കർത്താവെ ദൈവമേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൽ കൊടുക്കുവാനും കർത്താവെ ഞങ്ങൾക്കെല്ലാം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നിരാശയോടെ കർത്താവെ വേദനയോടുകൂടി ആയിരിക്കുന്ന ഇടയന്മാരെ എല്ലാം ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുറിവുകളെ അങ്ങ് കെട്ടണമേ എന്നും പ്രാർത്ഥിക്കുന്നപ്പാ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.